ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളൊരു വർക്കിന് കയറ്റിയിട്ടുണ്ട്, ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയിരുന്നു. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ജന സർവീസ് ചെയ്യാനും അതുപോലെ 2 ബ്രേക്ക് ചെക്ക് ചെയ്യാനും എൻജിൻ സൈഡ് ഓയിൽ ലീക്കാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രേക്കൊന്നും പിടിച്ചാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, അതുപോലെ വണ്ടി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മൂവിങ് ആവാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്, ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ബ്രേക്ക് ഷൂ നമുക്കൊന്ന് മാറ്റാനുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ അല്ല, ഏതോ ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രേക്ക് ഷൂ ആണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഈ കേബിൾ വേണം. ഇവിടെ നല്ല രീതിയിൽ ഔട്ടർ വെച്ചിരിക്കുകയാണ് ഈ ബ്രേക്കിൻ്റെ കേബിൾ. ആ ബാക്കിൽ ബ്രേക്ക് റെഡി ആവണമെങ്കിൽ ആ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും ആ ബ്രേക്ക് ഷൂ മാറ്റി കഴിഞ്ഞാലാണ് ബാക്കിലെ ബ്രേക്ക് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് ആ ഓയിൽ ലീക്ക് കാണിക്കുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് ആ ഓയിൽ ലീക്ക് കാണിക്കുന്നത്. അതുപോലെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ ഈ 2 ഓയിൽ സീലും മാറ്റിവിടാം. അത് മാത്രമല്ല ഈ ബ്രേക്കിൻ്റെ ഈ സൈഡും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് ഒലിച്ചിറങ്ങിയ ഓയിലിൻ്റെ ഒരു അംശമായിരിക്കും അത്. അല്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിലാണ് വരുന്നത്, അതിൻ്റെ ഓയിലിൻ്റെ ലീക്ക് കാണിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 2 ഓയിൽ സീൽ മാറ്റാം. ചെയ്യുകയാണെങ്കിൽ ഈ ഗിയർ ബോക്സ് അഴിച്ചിട്ട് ഗിയർ ബോക്സിൻ്റെ ആ ഓയിൽ സീലും മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഭാഗം ചെയ്യുന്നതിന് മാത്രം നമുക്കൊരു 1000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. ഗിയർ ബോക്സ് അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാരിങ് വരുന്നുണ്ട്, ഓയിൽ വരുന്നുണ്ട്, ആ ഓയിൽ സീല് അതൊക്കെ മാറ്റിയിട്ട് കയറ്റിയാൽ ക്ലിയർ ആവുള്ളൂ അത്. അപ്പോൾ അതിന് മാത്രം നമുക്കൊരു 1000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ക്ലച്ചിൻ്റെ സൈഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ബെൽറ്റ് വണ്ടി വലിക്കാത്ത ഒരു മെയിൻ കാരണം ബെൽറ്റ് സ്ലിപ്പായി പോകുന്ന കംപ്ലയിൻ്റാണ് ഓയിലായിട്ട്. അതുമാത്രമല്ല ബെൽറ്റിൻ്റെ ഈ ഔട്ടർ കൂടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണുണ്ട്. ഏത് സമയത്തും ബെൽറ്റ് പൊട്ടിപ്പോകാന്നുള്ള രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് എന്തായാലും മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയാണ് ഈ ബോസ് ഡ്രൈവും വേരിയേറ്റർ ബോഡി ഈ യൂണിറ്റ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസത്തിൻ്റെ ഒരു ഫ്രണ്ട് വൈബ്രേഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോസ് ഡ്രൈവും ഈ വേരിയേറ്റർ ബോഡിയും നമുക്ക് മാറ്റേണ്ടി വരും. അതിൻ്റെ റോളർ വെയിറ്റൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിൻ്റെ ഈ പീസ് ലൈഡ് അത്യാവശ്യം ഇതിലാണ് ഈ യൂണിറ്റ് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കത് കയ്യോടെ മാറ്റിയിടാം. ഏകദേശം 100 രൂപയുടെ അടുത്തൊക്കെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതും മാറ്റിയിടാം. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ കവറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം റീസ്റ്റവും ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ആക്കാൻ. പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് നമുക്ക് മാറ്റണം കേട്ടോ. എയർ ഫിൽറ്റർ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് 2 കൂടി മാറ്റിക്കേണ്ടി വരും. പിന്നെ വണ്ടി ഇടയ്ക്ക് വലിക്കാത്തൊരു കാരണം കാണിക്കുന്നത് കാർബറേറ്ററിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ അത്രയും ബ്ലോക്കായ സ്ഥിതിക്ക് കാർബറേറ്ററിൻ്റെ ഉള്ളിലും ആ സ്ലോജറ്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ അയച്ചിട്ടില്ല, നമ്മൾ സമ്മതം കിട്ടിയാൽ മാത്രമേ അയക്കുള്ളൂ. നമുക്ക് കാർബറേറ്റർ അയക്കണതിന് ഏകദേശം ഒരു 500 അടുത്തോളം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനർ സ്ലോ ജെറ്റ് മാറ്റണമെങ്കിൽ സ്ലോ ജെറ്റ്, അതിൻ്റെ പോർട്ട് വാൾവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 500 അടുത്ത് ചിലവ് വരുന്നുണ്ട് കാർബറേറ്ററിന് മാത്രം. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അയച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വന്നതിന് ശേഷം അത് എന്താ ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കേബിൾ കിടക്കണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേബിളും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, സ്പീഡോമീറ്ററൊക്കെ വർക്ക് ചെയ്യുകയാണ്. ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാറായിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് തീരെ കുറവായിരുന്നു. ബ്രേക്കൊക്കെ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റണം. അതുപോലെ ഫ്രണ്ടിൽ ഷോക്കപ്പിൻ്റെ ഈ ബുഷൊക്കെ ഉണ്ടാവും. ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ടായിരുന്നു. ഈ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കും ഷോക്കപ്പിൻ്റെ ബുഷ്. അപ്പോൾ ഈ ഷോക്കപ്പിൻ്റെ 2 ബുഷും മാറ്റണം. അതുപോലെ ലിങ്ക് ബുഷ് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് ഗീസ് ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തിട്ട് ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. അതായത് ഇപ്പോൾ സെൽഫിന് വർക്ക് ചെയ്യുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് കൂടി ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. വോൾട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ
12.89 മാക്സിമം വോൾട്ട് കാണിക്കില്ല. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. വേറെ കുഴപ്പമില്ല, ബാറ്ററിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. നമ്മൾ ഇതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിഡൻറ്റ് ചെക്ക് ചെയ്താൽ പാടും. കേബിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ് ആക്സിഡൻറ്റ് കേബിളൊക്കെ. അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ ഒരു സ്മൂത്ത് ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ ബലം പിടിച്ച് ഓടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേബിൾ നമുക്കൊന്ന് കൈയോടെ മാറ്റിയിടേണ്ടി വരും കേട്ടോ. അതുപോലെ സെക്കൻഡറി എയർ ഫിൽറ്റർ അത് സ്പോഞ്ച് മോഡലാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കയറിയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 50 രൂപയുടെ താഴേക്ക് ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും മാറ്റുന്നുണ്ട് കേട്ടോ. ചെയ്ത് അത്യാവശ്യം ലെവൽ കുറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ മാറ്റാൻ വൈകിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിൽ ചെക്ക് ചെയ്തിട്ട് പോകണം. ഒരു 1000 കിലോമീറ്ററൊക്കെ വെച്ച് കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 1000 അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ചെളി ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോൾ ഇങ്ങനത്തെ സർവീസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഓയിൽ ലീക്കൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയറായി പോകണമെങ്കിൽ വണ്ടി വാഷിങ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ. ഈ ഇങ്ങനെ ഓപ്പൺ വാഷ് ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കഴുകി കഴിഞ്ഞാലാണ് എവിടെയെങ്കിലും തുരുമ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കയ്യോടെ ടച്ച് ചെയ്ത് വിടും. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്തത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം, ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ് മാറ്റേണ്ട, അതിൻ്റെ ബോസ് ഡ്രൈവ്, പിന്നെ ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ്, പീസ് സൈഡ് ഡ്രൈവ് അതിനൊരു യൂണിറ്റ് അതും മാറ്റിയിട്ട് വരും. പിന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ, അതുപോലെ ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ബുഷുകൾ, ആക്സിലേറ്റർ കേബിള്, എൻജിൻ ഓയിൽ, ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് പറഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സാണ്. ഗിയർ ബോക്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പറയണം. അതുപോലെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാം കേട്ടോ. അപ്പോൾ അതൊന്ന് കൂടാതെ എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ വാഷിങ് കണ്ടീഷനിൽ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കണ്ടീഷൻ ചെയ്ത് പോകുമ്പോൾ തന്നെ വണ്ടി ഇന്നൊക്കെ ആവണമെന്നില്ല. നമുക്ക് വാഷിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്തിട്ട് വേണം സെറ്റ് ആക്കണമെങ്കിൽ. അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അതെല്ലാം കൂടി നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.